പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. ഞാൻ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോട് ആദ്യം അങ്ങ് പറയുകയാണ്. അത് നിങ്ങൾ മനസ്സിൽ സ്വീകരിച്ചിട്ട് വേണം പിന്നെ എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട്. നമുക്കറിയാം, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് പറയും. എല്ലാ മനുഷ്യൻ്റെയും പുറകിൽ ആരുണ്ട്? ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. പലരും ധരിച്ചിരിക്കുന്നത് ആരാന്നാ? ഭാര്യ എന്നാ. അല്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൽ പിന്നിൽ 2 സ്ത്രീകളുണ്ട്. അതിലൊരു സ്ത്രീയെ ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും. നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ലേ? മറ്റൊരു സ്ത്രീയെ ഞാൻ വീട്ടിലിരുത്തിയിട്ട് പോയി. അത് വീട്ടിലിരുത്തിയിട്ട് പോകുന്നത് എൻ്റെ രോഗിയായ അമ്മയാണ്. ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകുന്നത്. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് എന്താ സംഭവിച്ചത്? ആ ശൂന്യമായി തീർന്ന ഒരു പാത്രം, ജീവിതം മുഴുവൻ വിട്ടുകൊടുത്ത് എല്ലാം കൊടുത്ത് അവസാനം ഒരു കൊച്ചു പാത്രം പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരുന്ന ജീവിതമെല്ലാം കൊടുത്തു, ഒന്നുമില്ല ബാക്കി. ഇനി മാനവും പോയി, എല്ലാം പോയി. അവസാനം ആ സ്ത്രീ മുകളിലേക്ക് നോക്കി തൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട അപ്പോസ്തലന്മാർ, ഭയം, ഭീരുത്വം ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ, ബാക്കി എല്ലാം പോയി. പൊട്ടിക്കരച്ചിലുകൾ മാത്രം ബാക്കിയുള്ള അപ്പോസ്തലന്മാരെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അമ്മ മുകളിലേക്ക് നോക്കിയൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് പെന്തക്കോസ് അനുഭവം. അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് നമുക്കിപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നാലോ? യോഹന്നാൻ്റെ സുവിശേഷം 19, 26, 27 വചനം. ഇതാ നിൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ ഞാൻ നിനക്ക് തരികയാണ് എന്നല്ല പറഞ്ഞത്. ഇതാ നിൻ്റെ അമ്മ. നിൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഈ അമ്മയുണ്ടാവണം. അമ്മയ്ക്കൊരിടമുണ്ടാവണം, ഒരു കൊച്ചുകുടിൽ. നമ്മുടെ എവിടെ ദേവാലയം ഉണ്ടാക്കിയാലും ആ ദേവാലയത്തിൻ്റെ ഒരു കോണിൽ അമ്മയ്ക്കൊരിടം നമ്മൾ കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിന്നൊക്കെ നമ്മൾ അമ്മയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പരിശുദ്ധ അമ്മയ്ക്കും ഒരിത്തിരി സ്ഥലം യേശു പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. നമുക്കും ഇന്ന് പോകുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് വേണം പോകാൻ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കൺവെൻഷനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഓരോ മക്കളിലേക്കും വന്ന് ആവസിച്ച് യേശുവിൻ്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളിലും കത്തിജ്വലിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനമൊക്കെ കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടൊക്കെ നിറഞ്ഞ് യേശുവിനെ ഇനി അനുഗമിക്കാനുള്ള ഒരു തീരുമാനത്തിലിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇനി കർത്താവിൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി, അങ്ങനെയാണ് സാധാരണയായിട്ട് കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ തീപ്പൊരിയായി മാറും. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ഒരു തീപ്പൊരി ആയിട്ടിരിക്കുകയാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാൻ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ആ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ
വിലയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വില. ഇതിനെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഏതാണ് വാക്യം? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്ന ഇതാണ്: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. എന്താ സംഭവം? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആരെങ്കിലും ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു കൈവൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ. നമ്മളൊക്കെ പാട്ടൊക്കെ പാടും, ഫോളോ ജീസസ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാറുണ്ടല്ലേ. ആഗ്രഹിക്കുന്നു, പലർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. എന്താ പറയുന്നത്? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം തന്നെ പരിത്യജിക്കുക. രണ്ടാമത്തെ കാര്യം കുരിശെടുക്കണം. ആരുടെ കുരിശ്? യേശുവിൻ്റെ കുരിശ് അല്ല, എൻ്റെ കുരിശെടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? യേശുവിനെ അനുഗമിക്കണം. ഈ 3 കാര്യം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതുപോലെ താറുമാറായി തീർന്നത് എപ്പോഴാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ ഈ കൺവെൻഷൻ്റെ ആദ്യത്തെ സമയങ്ങളിൽ അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവൻ നിബന്ധിച്ചത്? പാപത്തിൽ വീണുപോയത് എങ്ങനെയാണ്? ദൈവം അരുതെന്ന് പറഞ്ഞ വിഷക്കനി അവനെന്ത് ചെയ്തു? എടുത്ത് കഴിച്ചു. ഇതാണ് മനുഷ്യൻ്റെ പതനത്തിന് കാരണം. ഏത് കനിയാണ് അവൻ തിന്നത്? വേദപുസ്തകത്തിൽ ഏത് സാധനം കഴിച്ചപ്പോഴാണ് ഈ പരിവായത്? നമ്മൾ 2 വൃക്ഷം ഉണ്ടായിരുന്നു പ്രധാനമായിട്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജീവവൃക്ഷം, മറ്റൊന്ന് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. ഇതിലേതാണ് തിന്നാവെന്ന് കർത്താവ് പറഞ്ഞു? തിന്നരുതെന്ന് പറഞ്ഞത് ഏതാണ്? ഇത് പഠിച്ചിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ മാറിപ്പോകരുത്. ഇത് മാറിപ്പോകാനിടയായി തീരരുത്. ഏതാണ് കഴിക്കരുതെന്ന് പറഞ്ഞത്? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ പറിച്ച് തിന്നരുത്, തിന്നാൽ നീ മരിക്കും. ഏതാ പറിച്ച് തിന്നോളാൻ പറഞ്ഞത്? ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നാം, തിന്നാൽ നീ ജീവിക്കും. അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ ജീവൻ ഉണ്ടാകും, മറ്റൊന്ന് കഴിച്ചാൽ മരിച്ചു പോകും. അപ്പോൾ ഈ 2 സാധനങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം ഈ വചനം കേൾക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കണ്ടിട്ടുള്ളൊരു കൈവക്കിക്ക്? കണ്ടിട്ടില്ല. തിന്നിട്ടുള്ളൊരു കൈവക്കിക്ക്? അതുമില്ല. എങ്കിൽ അത് പറഞ്ഞിട്ട് വേണമല്ലോ ഇത് പറയാൻ. കാരണം ഈ വഴിയാത്രയിൽ ഇത് ചിലപ്പം കഴിക്കേണ്ടി വരും, വഴി കാണും. പക്ഷേ നിങ്ങളിത് പറിച്ചു തിന്നാൽ ക്രിസ്തു ശിഷ്യത്വവും പോയി, ക്രിസ്ത്യാനിറ്റിയും പോയി, എല്ലാം നഷ്ടപ്പെട്ട് ഒരു പരുവത്തിനാകും. ധ്യാനമൊക്കെ കൂടാൻ വളരെ എളുപ്പമാണ്, വചനമൊക്കെ കേൾക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവർ, വഴിവെക്കിൽ പിശാച് ഇതുമായിട്ട് നിൽക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അത് വഴി സൈഡിൽ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇത് എന്ത് ചെയ്യും? വിലക്കുറവാണല്ലോ എന്നോർത്ത് ഇത് മേടിച്ച് കഴിക്കും. ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇത് മേടിച്ച് കഴിച്ചാൽ വലിയ പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ വേണ്ടി 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇതാ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിനകത്ത് 4 സാധനങ്ങൾ ഒന്നിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പാക്കേജാണത്. അതിനകത്ത് ഏറ്റവും 4ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതുള്ളത് 4ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞിരിക്കും, നന്മ. രണ്ടാമത്തെ ഭാഗത്ത് തിന്മ നിറഞ്ഞിരിക്കും. മൂന്നാമത്തെ ഭാഗത്ത് അറിവ് നിറഞ്ഞിരിക്കും. 4-ാമത്തെ ഭാഗത്ത് മരണം നിറഞ്ഞിരിക്കും. എന്നൊക്കെയാണ്? ഒന്ന്
നന്മ, 2 തിന്മ, 3 അറിവ്, 4 മരണം. നമ്മളൊക്കെ ഒത്തിരി കുറ്റം പറയുന്നൊരു കാര്യമുണ്ട്, ഹൗവായെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഹൗവായുടെ മകളും അതുപോലെ മകനുമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും വർഷത്തെ പാരമ്പര്യം ഉണ്ടായിട്ടും ആ സ്വഭാവം എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. ഇത്രയൊക്കെ ഹൗവ ചെയ്തുള്ളൂ. എന്താണ്? ഒരു കാര്യത്തിനകത്ത്, ദൈവം അരുതെന്ന് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് നന്മയുണ്ടെന്ന് കണ്ടാൽ ഉടനെ അതിൻ്റെ പുറകെ പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിഷക്കനി. പിടി കിട്ടിയോ? അപ്പം നമ്മളിപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് കൊള്ളാമല്ലോ, ഇത് നല്ലതാണല്ലോ. നമ്മളെന്ത് ചെയ്തു? എന്നാൽ ഒരു ശകലെങ്കിൽ മുറിച്ചേര്. നിങ്ങളിൽ 99% പേരും കൈപൊക്കി. പിതാവാണല്ലോ പറഞ്ഞതെന്ന് ഓർത്തായിരിക്കും പൊക്കിയത്. ഞാൻ നിങ്ങളോട് ഇത് കഴിക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പൊക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? നല്ല ശതമാനം പേരും കൈപൊക്കി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് നിങ്ങളെ കയറ്റിവിട്ടാൽ നിങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത് ഈ ഫലം ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. എന്താണ്? കണ്ടു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന എന്താണ്? ഇത് നല്ലതാണെന്ന് തോന്നും. ആദ്യം എന്ത് ചെയ്യും? അത് പറിച്ചു തിന്നും. അങ്ങനെ പറിച്ചു തിന്നാൽ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ ഇനിയൊരു ക്രിസ്തു ഇല്ല കേട്ടോ. ഇനി ഇത് പറിച്ചു തിന്നാൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ ഇനിയൊരു ക്രിസ്തുവില്ല. അതുകൊണ്ട് ഈ വിഷക്കനിയെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം, നമുക്ക് നന്നായിട്ടുണ്ടാവണം. എന്താ ഇതിൻ്റെ അർത്ഥം? നിനക്ക് നന്മയെന്ന് തോന്നുന്നതിൻ്റെ പിന്നാലെ നീ പോകരുത്, നീ മരിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ജീവിക്കരുത്. നീ ജീവിക്കുകയാണെങ്കിൽ നീ ദൈവം നിന്നെക്കുറിച്ച് എന്ത് ഇഷ്ടപ്പെടുന്നോ അതനുസരിച്ച് നീ ജീവിക്കണം. അതാ കർത്താവ് പറയുന്നത്. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട്, നമ്മളതൊക്കെ അങ്ങ് ചെയ്യും. പക്ഷെ അവസാനം എന്ത് ചെയ്യും? കുരുക്കായി തീരും. നല്ല ബിസിനസ്സാണെന്ന് ഓർത്താ പോയത്, നല്ല ജോലിയാണെന്ന് ഓർത്താ പോയത്, നല്ല കല്യാണമെന്ന് ഓർത്താ നടത്തിയത്, നല്ല ചെറുക്കനാണെന്ന് ഓർത്താ പ്രേമിച്ചത്. പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലെന്ന് ഓർത്തുകൊണ്ടാണ് ഓരോ പ്രതിസന്ധി ചെന്ന് ചാടിയത്. അവസാനം എന്തായി തീർന്നു? നമുക്ക് അത് മരണകാരണമായി തീർന്നു. ഇനി ചില കാര്യങ്ങൾ നമുക്കത്ര നല്ലതാണെന്നൊന്നും തോന്നുകയില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഒരു കാലത്ത് പ്രിയമുള്ളവരെ, ഞാനൊക്കെ എൻ്റെ കൊച്ചായിരുന്ന സമയത്ത് ഈ ഭിത്തികളിലൊക്കെ മഞ്ഞ പെയിൻ്റ് അടിക്കും ഗവൺമെൻറ്. എന്നിട്ട് കറുത്ത അക്ഷരത്തിൽ ഒരു കാര്യം എഴുതി വെക്കാറുണ്ട്, നാം 2 നമുക്ക് 2. ഗവൺമെൻറ്റിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ 2 കുട്ടികളെ പാടുള്ളൂ, അതാണ് നല്ലത്. ഇത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത് ആരാന്നറിയാവോ? ആരാ? ക്രിസ്ത്യാനികൾ. കൂടുതൽ പേർക്കും 2 പിള്ളേരേ ഉള്ളൂ. നിങ്ങളുടെ മക്കളെ നോക്കിയാലത് നല്ലതാണെന്നോർത്താ. എന്തൊക്കെയാ പറഞ്ഞത്? ലോകവും ഗവൺമെൻറ്റും എന്തൊക്കെയാ പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഇത് ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകും. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവസാനം ഒരാളെ പിടിച്ച് തിന്നുന്ന അവസ്ഥ വരെ വേല സംജാതമാകാം. അങ്ങനെ ഭക്ഷണമില്ലാതെ പട്ടിണി കൊണ്ട് ആളുകളെല്ലാം മരിക്കും. താമസ സൗകര്യം ഇല്ലാതെ ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകും. ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അച്ചായൻ ചാകാൻ കിടങ്ങുന്നു. മോൻ എവിടെയാ? ഓസ്ട്രേലിയയിൽ. മോളെവിടെയാ? അമേരിക്കയിൽ. ചാകാൻ കിടക്കുന്ന അച്ചായന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരാ വരുന്നത്? ബംഗാളി. പ്രിയമുള്ളവരെ, ബംഗാളിയാണ് ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പള്ളി വരെ ബംഗാളികളാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ശവടക്കിനൊക്കെ ബംഗാളിയാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം എന്താ? അവനോന് തിന്മയാണെന്ന് ഓർത്ത് പലതും ഒഴിവാക്കി. ഇന്ന് പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഒരു കാര്യത്തിന് പോലും ബോധമുള്ള ഒരാളെ കിട്ടാനില്ല. നമ്മൾ എന്തിനേറെ നോക്കണം, ഒരു പണിക്ക് നോക്കിയാൽ പോലും പ്രിയമുള്ളവരെ ഒരുമാതിരി ബോധമുള്ളവരെ കിട്ടാനില്ല. ഞാനൊരിക്കൽ UK പോയി തിരിച്ചു വന്നു. പോകുന്ന സമയത്ത് ഹീറ്റർ കേടാണ്. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഹീറ്റർ ഒന്ന് നന്നാക്കിച്ച് വെച്ചേക്കണം. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഹീറ്റർ ശരിയാക്കോ? ശരിയാക്കി. ഞാൻ അകത്ത് കയറി, UK എന്നൊക്കെ വന്നതല്ലേ എന്നോർത്ത് ഉച്ചയിൽ എണ്ണയൊക്കെ വെച്ച് കുളിക്കാനായിട്ട് റെഡിയായതാണ്. അപ്പോൾ എന്തോ സാധനം എടുക്കാൻ മറന്നുപോയി. ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, മുറിയിലേക്ക് ഇറങ്ങിയ ഉടനെ ബും എന്നൊരച്ച കേട്ടു. പ്രിയമുള്ളവരെ, ഹീറ്റർ പൊട്ടിത്തെറിച്ചതാണ്. ഞാൻ തീർന്നു പോകേണ്ടതാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും രക്ഷപ്പെട്ടു. അതിനകത്ത് മുഴുവൻ ആവി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
തിളച്ച വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ പതുക്കെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മൊത്തം ആവിയാണ്. ഞാൻ പെട്ടെന്ന് പിള്ളേരെ വിളിച്ച് ഞാൻ ചോദിച്ചു നന്നാക്കിയില്ലായിരുന്നു? അവർ പറഞ്ഞു നന്നാക്കി. നന്നാക്കിയ ആളെ വിളി. നന്നാക്കിയ ആൾ വന്നു. അവന് 2 നട്ട് കുറവുള്ള ആളാണ്. അവനോട് ചോദിച്ച ഉടനെ പറഞ്ഞു, ഞാൻ നന്നാക്കിയിട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു അധികം നേരം ഓണാക്കിയിട്ടിരുന്നു. അവനെന്ത് ചെയ്തു, ഇത് കട്ട് ഓഫ് ചെയ്യുന്ന അത് കേടായിപ്പോയി, കട്ട് ഓഫ് ആകും, അതങ്ങോട്ട് പിരിച്ചങ്ങോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു അധികം നേരം ചൂടാക്കി ഇടണമെന്ന് ബിഷപ്പിനോടൊന്ന് പറഞ്ഞേക്കാൻ. അത് പിള്ളേർ പറയാൻ മറന്നും പോയി. അവർക്കും ചിലപ്പോൾ നട്ടിൻ്റെ വല്ല കുഴപ്പം കാണാം, അയഞ്ഞു കിടക്കുകയായിരിക്കും. എന്തായാലും പ്രിയമുള്ളവരെ, ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെയുള്ള ആളെയാണോ നമ്മളിവിടെ ഈ ഇലക്ട്രീഷ്യനായിട്ടൊക്കെ നിർത്തുന്നത്? ഉടനെ പറഞ്ഞ് ഒരുമാതിരി ബോധവും ചെമ്പ്രാന്തവും ഉള്ള ആളുകളെ കിട്ടാനില്ല. പിള്ളേർ ഉള്ളതൊക്കെ ഒരുമാതിരി ബോധമൊക്കെ ഉള്ളതെല്ലാം നാട്ടിൽ അങ്ങ് പോയി. ബാക്കിയുള്ളവർ ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് എക്സ്പേർട്ടായിട്ടുള്ള ജോലിക്കാരെ പോലും ഭൂമിയിലില്ല. കാരണം എന്താ? നമ്മൾ 2, നമുക്ക് 2. അപ്പം നമുക്ക് നല്ലതാണെന്നോർത്ത് നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇപ്പം എന്തായി തീർന്നു? തിന്മയായി തീർന്നു. നമുക്ക് തിന്മയാണെന്നോർത്ത് നമ്മൾ ഒഴിവാക്കിയതാ. ഇപ്പം എന്തായി തീർന്നു? ഇന്ന് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്നത് മലയാളികളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്തോരം രാജ്യം പുരോഗമനം. അപ്പോൾ അവനോന് നല്ലതാണെന്ന് തോന്നി ദൈവത്തിൻ്റെ തിരുവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നി ചെയ്താൽ, പ്രിയമുള്ളവരെ, അതിന് പറയുന്ന പേരാണ് വിഷക്കനി. മനസ്സിലായല്ലോ? വിഷക്കനി. അങ്ങനെയാണ് ഏദൻ തോട്ടത്തിലൊരു പതനം ഉണ്ടായത്. പിന്നെ മരിക്കും. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിൽ അർത്ഥം ദൈവവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും മുറിയും. ഇനി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ വകയ്ക്ക് ആർക്കുമില്ല. മരിക്കണമെന്ന് ഇപ്പം ആർക്കും ആഗ്രഹമില്ല. നീയും ദൈവവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇങ്ങനെ പ്രിയമുള്ളവരെ, സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനങ്ങളെയും ദൈവത്തിൻ്റെ വാക്കുകളെയും പുറത്താക്കിയ മനുഷ്യർക്ക് നമ്മൾ വിളിച്ച പേരാണ് ആദാം ഹവ്വായും. അല്ലേ? ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും, നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും അല്ലേ? നമ്മൾ ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ മാറ്റിവെച്ചിട്ട് അവനവൻ്റെ ഇഷ്ടവും അവനവൻ്റെ ആഗ്രഹവും സാധിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതവരുടെ പതനമായി തീർന്നു. ഇതുപോലെ ധ്യാനം കൂടുന്ന ദൈവമക്കൾക്ക് ധ്യാനം കൂടാൻ വരുമ്പോൾ ഒരു ലിസ്റ്റുണ്ട്, ഒരു വലിയ ലിസ്റ്റ്. എന്താ ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മകൾ IELTS പാസ്സാകണം, നിയോഗങ്ങളാണ്. പിന്നെ സ്ഥലം 1 ഏക്കർ വിൽക്കാനായിട്ട് കിടപ്പുണ്ട് MC റോഡിൻ്റെ സൈഡിൽ, അത് ഈ കൺവെൻഷന് വിറ്റ് കിട്ടണം. പിന്നെ നമ്മുടെ കൊച്ചിന് ഒരു ഗവൺമെൻറ് ജോലി ഈ വർഷം കിട്ടണം. ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾ. ഈ ഇഷ്ടങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് എടുത്തു വച്ചിട്ട് ഇതിൻ്റെ മേൽ അഭിഷേകം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ് പ്രിയമുള്ളവരെ. ഇന്ന് പലപ്പോഴും ഞാൻ ഈ ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ആളുകൾ ഈ പേപ്പറും കൈ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. ആശീർവാദം നടത്തുന്ന സമയത്ത് ഈ പേപ്പർ പൊക്കി പിടിക്കും. കാരണം അഭിഷേകം ദേഹത്തേക്ക് വരാതിരിക്കാനും ഈ പേപ്പറിലേക്ക് വരാനുമാണ് പേപ്പർ നീട്ടിയൊക്കെ പിടിക്കും. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം ബലി കൊടുക്കണം. ആർക്ക് വേണ്ടി? ദൈവേഷ്ടം എന്നിൽ നിറവേറാൻ. ദൈവേഷ്ടം എന്നിൽ നിറവേറാൻ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം നടന്ന എവിടെയാണ്? കാനാവിലെ കല്യാണ വിരുന്നിനാണ്. എപ്പോഴാണ് അത്ഭുതം നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രിയമുള്ളവരെ, ഈ കല്യാണ വീട്ടിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു, ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയാമോ? യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആര് കാണും? പിതാവും പരിശുദ്ധാത്മാവും കാണും. തൃത്വൈക ദൈവം എവിടെയുണ്ട്? കാനാവിലെ കല്യാണ വീട്ടിലുണ്ട്. അപ്പോസ്തലന്മാർ മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സഭ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഉണ്ടെന്ന അർത്ഥം അല്ലേ? സഭയുണ്ടോ അവിടെ? ഇനി മാതാവുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഭൂമിയുടെ പ്രതിനിധിയാണ് അല്ലേ? സ്വർഗത്തിൻ്റെ ഒരു അംബാസഡറിനെ പോലെ ഭൂമി നിന്നയാളാണ് അമ്മ. അമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയിലുമുള്ള മുഴുവൻ ദൈവകൃപയും
എവിടെയുണ്ട്? കാനാവിലെ കല്യാണ വിരുന്നിലുണ്ട്. അതാ അതിൻ്റെ അർത്ഥം. ഇത്രയും വലിയ കൃപ അവിടെ നിലനിന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഈ വീഞ്ഞ് തീർന്നു പോയെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. കൃപയുണ്ടെങ്കിൽ സത്യത്തിൽ കുറവുണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷേ എല്ലാ കൃപകളും നിറഞ്ഞിരിക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ കുറവ്, വീഞ്ഞിന് കുറവ് വന്നപ്പോൾ പ്രിയമുള്ളവനെ, മാതാവ് ഈ വിഷയം ആരും അറിയാതെ തീർക്കാൻ വേണ്ടി യേശുവിൻ്റെ അടുക്ക് ചെന്നു. യേശുവിൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി കേട്ടോ. ഉടനെ യേശു എന്നാ പറഞ്ഞത്? എന്നാ പറഞ്ഞേ? ഇവരുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയാൽ എനിക്കും നിനക്കും എന്താ അമ്മേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ അമ്മേ? ഇവരുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയാൽ നമുക്കെന്നാ? അതെന്നെ യേശു അങ്ങനെ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ചില വാക്കുകളൊക്കെ സത്യത്തിൽ ചിലപ്പോഴൊക്കെ എന്നെ വേദനിപ്പിക്കാറുണ്ട്. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ഈ വീട്ടിൽ ഒരു അതിഥി മാത്രം, ക്ഷണിക്കപ്പെട്ടവ മാത്രം. നമ്മുടെ ഉത്തരവാദിത്തമാണോ ഈ വീട്ടിൽ വീഞ്ഞു തീർന്നാൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം? അല്ല. പിന്നെ ആരുടെ ഉത്തരവാദിത്തം? അവരുടെ ഉത്തരവാദിത്തം. കാരണം അത് അവരുടെ വീടാണ്. മാതാവിന് കാര്യം മനസ്സിലായി. മാതാവ് എന്ത് ചെയ്യുന്നറിയോ? പ്രിയമുള്ളവരെ, മാതാവ് ചെയ്ത കാര്യം, മാതാവ് അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ ചെയ്യുവിൻ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:23 വചനമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവരെന്ത് ചെയ്യും? യേശുവിൻ്റെ വാക്ക് പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വാസമുറപ്പിക്കും, താമസിക്കും. ഒരു വ്യക്തി യേശുവിൻ്റെ തിരുവചനങ്ങളെ, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുവചനങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, എങ്ങനെ അനുസരിക്കണം? വെറുതെ അനുസരിച്ചാൽ പോരാ. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന കാരണം കൊണ്ട് യേശുവിൻ്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ. നമുക്ക് പലപ്പോഴും ധ്യാനം കൂടുന്നവർ വചനം അനുസരിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കാര്യം സാധിക്കാൻ ഈ വചനപാലനം ഒരു കാര്യം, ഒരു സാധ്യതയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പലരും വചനം പാലിക്കും. അങ്ങനല്ല, യേശു എൻ്റെ ദൈവമാണല്ലോ, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തവനാണല്ലോ എന്നോർത്ത് ഒരു വ്യക്തി യേശുവിൻ്റെ തിരുമൊഴികൾ അങ്ങോട്ട് പാലിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി വന്ന് അവനിൽ വാസമുറപ്പിക്കും. അപ്പം നിങ്ങളിപ്പോൾ യേശുവിനെ സ്നേഹിക്കുകയാണ്. ഈ കൺവെൻഷനിലൂടെ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഓരോന്നും പാലിക്കാൻ അങ്ങോട്ട് തീരുമാനം എടുക്കുക. നിങ്ങൾ നാളെ കൈക്കൂലി മേടിക്കാണ്ടിരിക്കുമ്പോൾ, ദൈവമേ എൻ്റെ കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ലല്ലോ, വേണ്ട. നിങ്ങളൊരു പരദൂഷണം പറയാണ്ടിരിക്കുക, ഒരു കുറ്റം പറയാണ്ടിരിക്കുക, എൻ്റെ കർത്താവിന് കുറ്റം പറയുന്ന ഇഷ്ടമില്ലല്ലോ, വേണ്ട. നിങ്ങളൊരാളോട് വെറുപ്പ് വെച്ചോണ്ടിരിക്കുക, കുറച്ചാളായിട്ട് വർത്തമാനം പറയുന്നില്ല. പക്ഷേ ഈ വചനം കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ പാടില്ല. കാരണം യേശു അത് ഇഷ്ടപ്പെടുന്നില്ല. യേശുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നാത്തൂൻ നമ്മളെ ഉപദ്രവിച്ചാലും വേണ്ടില്ല, ഇന്നു മുതൽ നാത്തൂനോട് സ്നേഹമായിട്ട് അങ്ങ് പെരുമാറിയാക്കാം. കണ്ടോ, വചനം പാലിക്കുന്ന ഇങ്ങനെയാണ്. പള്ളിയിലെ വികാരിയച്ഛൻ്റെ കുറ്റമെല്ലാം വീട്ടിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ, അല്ലേ? ചിലർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധാരണയായിട്ട് അച്ഛന്മാരുടെ കുറ്റം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള മനുഷ്യർ. അതെല്ലാ തുറയിലും ഉണ്ട്. കുണ്ടുകുളം പിതാവ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? 2 or 3 അച്ഛന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, അച്ഛന്മാർ കൂടുമ്പോൾ ഞങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യും. അപ്പോൾ ഞങ്ങളുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലെ കുറ്റം വിധി ഒരു പാപമാണ്, അല്ലേ? ഒരുത്തനെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല, നമ്മൾ സൃഷ്ടിച്ചതല്ലല്ലോ. അപ്പോൾ ഒരു വിധി, ഒരു പഴി, ഇതെല്ലാം മാരക പാപങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം സ്നേഹത്തിന് വിരുദ്ധമാണ്. സ്നേഹത്തെ മുറിക്കുന്നതെല്ലാം എന്താണ്? വലിയ പാപം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണ്ടെന്നങ്ങ് വെക്കുക. അയ്യോ, കർത്താവ് വേദനിക്കുമല്ലോ, ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും അടുത്ത കൺവെൻഷന് നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിനകത്ത് ആരിരിക്കും?
തൃത്വൈക ദൈവം ഇരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്ന ക്യാൻസർ രോഗിയിലേക്ക് ശക്തി ഒഴുകാൻ പോകുന്ന എവിടെ നിന്നായിരിക്കും? ആരിൽ നിന്നാ? നിങ്ങളിൽ നിന്ന്. അടുത്തിരിക്കുന്ന തളർവാദ രോഗി എഴുന്നേക്കാൻ പോകുന്നത് എവിടെ നിന്നാണ് ശക്തി വരാൻ പോകുന്നത്? നിങ്ങളിൽ നിന്ന്. കണ്ടോ? ഈ ഒരു കൃപയിലേക്ക് നമ്മളെ ആക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മാതാവിന് അറിയാവുന്നതുകൊണ്ട് മാതാവ് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യേ. പ്രിയമുള്ളവരെ, മാതാവ് പറഞ്ഞതനുസരിച്ച് അവർ നോക്കിയിരുന്നു. യേശു പറഞ്ഞു, ഒഴിഞ്ഞ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ വെള്ളം നിറച്ച് കോരി കൊടുക്കാൻ പറഞ്ഞു, കോരി കൊടുക്കുകയും ചെയ്തു. വെള്ളം വീഞ്ഞാകട്ടെ എന്ന് പറഞ്ഞില്ല. ബാക്കി എല്ലാ അത്ഭുതങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ഒരാജ്ഞാവചനം കർത്താവ് ഉച്ചരിക്കാറുണ്ട്. അപ്പമെടുത്ത് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക്, 5 അപ്പം പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. കണ്ണിന് കാഴ്ചയില്ലാത്തവന് കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? ചെവിക്ക് കേൾക്കില്ലാത്തവൻ്റെ ചെവിക്കകത്തൊരു വിരലിട്ട് ഒരു തിരിയൊക്കെ തിരിച്ച്. ഇവിടെ ഒരു വചനം ഉച്ചരിച്ചില്ല. വെള്ളമാണ് കോരിക്കൊണ്ട് പോയത്. പോകുന്ന വഴിക്ക് വെള്ളം എന്തായി തീർന്നു? വീഞ്ഞായി തീർന്നു. എങ്ങനെ ഇത് നടന്നത്? എപ്പോഴാണ് ഇത് നടന്നത്? ആദ്യം യേശു പറഞ്ഞായിരുന്നു, അമ്മ പറഞ്ഞപ്പം, നമ്മുടെ സമയം ഇതുവരെ ആയിട്ടില്ല, എൻ്റെ സമയം അത്ഭുതം പ്രവർത്തിക്കാനായിട്ടില്ല. പക്ഷേ ആ പറഞ്ഞ കർത്താവ് തന്നെ 2 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്ത്? അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കേണ്ട സമയം ഏതാ? ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം നിറവേറുന്ന പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അത്ഭുതങ്ങളും നടക്കും. ദൈവത്തിൻ്റെ തിരുമൊഴികൾ എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്, ആ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം, പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയാണോ ദൈവഹിതം, ദൈവത്തിൻ്റെ തിരുമൊഴികൾ ലംഘിക്കപ്പെടുന്നത്, അവിടെ ദൈവകൃപ മാറിപ്പോകും. എവിടെ ദൈവവചനം പാലിക്കുന്നോ അവിടെ ദൈവകൃപ വന്ന് നിറയും. പരിശുദ്ധ അമ്മ ഇതാ ദാസി എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ദൈവകൃപ നിറഞ്ഞു.